ആ എന്താ ജോർജ് ചേട്ടാ തന്നെ ഇരുന്നടി? എന്റെ പൊന്നടാവേ ഗിരി, മൊത്തം തലവേദനടാവേ. അതിനാ പൈസക്ക് ഭയങ്കര ടൈറ്റാ. പൈസയോ? പൈസയാണ് ആവശ്യം. അതിനൊരു പണിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കൂടെ നിൽക്കൂ. കൂടെ നിന്നില്ലെങ്കിൽ കാര്യം നടക്കൂല, അതുകൊണ്ടാ പറഞ്ഞേ. പിന്നെ കാര്യം നടന്ന കൈ നിറച്ച് കാശാ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കിടക്കാണ്ട് അവിടെ ഇരിക്കും. കൂടെ നിൽക്കാൻ പറ്റുമോ? കൂടെ നിൽക്കാടാ. പൈസ ആയി കഴിയുമ്പോൾ നിങ്ങൾ പരിപാടി നിർത്തിക്കൂ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പറയട്ടെ, ഒരു മിനിറ്റ്. വെളിനാട്ടിൽ നിന്ന് വരുന്നൊരു പൗഡറുണ്ട്, മറ്റേ പൊടിയില്ലേ, പൊടി. കാശാ വന്ന് കയറുന്നത്. നിങ്ങളെ സാധനം ഇറക്കി തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്ത് പറയുന്നു? ചെയ്യാൻ പറ്റുമോ? തെറിച്ചതല്ലേ, ഒന്നും പറ്റിയില്ല. അത് പേടിച്ചിട്ടാട്ടോ അച്ഛനോട് പറയാൻ. ഇവന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഇവൻ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? വീട്ടിൽ തന്നെ ഇരിപ്പാണോ? ഇവൻ പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല. 24 മണിക്കൂറും മൊബൈലിൽ തന്നെ അവൻ. അതല്ല, ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഇല്ലേ, അതിലൊക്കെ കളിച്ച് നടക്കാം. അപ്പോൾ എല്ലാം ശരിയാവും. എടാ അബി, എങ്ങോട്ടെങ്കിലും പോവാം. നീ അമ്മാരേക്കൊന്ന് വിളിക്ക്. മടുത്തടാ. ഞാൻ ഇറങ്ങിയേക്കാം. ഓക്കെ. ഇടയ്ക്ക് എന്ന് കയറിപ്പിയാണാടാ. അങ്ങ് നടക്കടാ. മര്യാദക്ക് വീട്ടിൽ വല്ല ഇരുന്നാൽ മതിയായിരുന്നു. ഓരോ കഴപ്പ്. അതിപ്പോ മേളിൽ ചെല്ലുമ്പോ തീർന്നോളൂ. എന്ത് ഭംഗിയുള്ള സ്ഥലമാടാ. കുറച്ചുകൂടെ മുന്നേ അവിടെ വരണ്ടായിരുന്നു. അതെ അതെ. എടാ അതേതാടാ മല? അതേതോ ഒരു മല, അത് ഹിമാലയം.
ഒരു സ്ട്രിപ്പ് ലൈൻ ഉണ്ടെങ്കിൽ തൂങ്ങി അങ്ങ് പോയിരുന്നു. ഒരു തള്ളന്നെ ഇപ്പൊ നീ അങ്ങ് തൂങ്ങി പൊക്കോളൂ. എന്താ അതെ എന്നെ രസമായിരിക്കില്ലടാ. സംസ്ഥാനത്ത് ഒരു പ്രത്യേക പേരിൽ ലഹരി വസ്തുക്കൾ അതിർത്തി കടന്നെത്തുന്നു. കൂടുതലും കുട്ടികളാണ് ഇതിന്റെ ഇരയാകുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി അരുൺ നമ്മുടെ കൂടെയുണ്ട്. അരുൺ, അത് കണ്ടോ? അതെന്നാ നീ സാധനം? ആ മരം നോക്കി. മരോ? ആപ്പിളാണോ അത്? ഇത് ഏതാ ഈ പറയുന്നത്? ദേ ആ നിക്കണത്. ആപ്പിളും കോപ്പും നല്ല അല്ലേ? ആരെയും. ആപ്പിള് പോലെ ഇല്ലേ? എന്നാണാവും? എടാ ഡാ ഡാ കിരണേ, നീ ഇവിടെ എത്ത്. എങ്ങോട്ടാ? ഇപ്പരെ ഇപ്പരെ പോയേക്കാം. ഇവന്മാര് തെറ്റിട്ട്. ഇത് എവിടെയായിരുന്നു? ഒന്ന് മൂത്രം ഒഴിക്കാൻ പോയതാ. അവിടെ പോയതാ? വാ പോവാം. നോക്കി നിൽക്കാതെ ചാറാ മാറിയിരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ ചൊറിച്ചിട്ടുള്ളല്ലേ? ചാറണ്ട ചാറണ്ട. ഡാ ഒരു മിനിറ്റ്. ഒന്നുമില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പൊക്കോ. എടാ നിന്റെ കയ്യിലേ കാശ് വല്ലതും ഉണ്ടോ? ഓ പൈസ ഒന്നുമില്ല. സമ്പന്ന സംഭവം വേറെ ഒന്നുമില്ല. എടാ ഒരു സാധനം നീ ഒരു സ്ഥലത്ത് കൊണ്ടേ കൊടുത്താൽ മാത്രം മതി. ഇഷ്ടം പോലെ പൈസ കിട്ടും. അങ്ങനെ ഒരു പരിപാടി. എടാ ചെറിയൊരു ലഹരി വസ്തു. നീ പേടിക്കൊന്നും വേണ്ട. എടാ അത് ഓരോ സ്ഥലത്തും കൊണ്ട കൊടുത്താൽ മാത്രം മതി. ഉപയോഗിച്ചില്ലേലും കുഴപ്പമില്ല. ഇഷ്ടം പോലെ കാശ് കിട്ടൂടാ. എന്റെ പൊന്നടാ, നിനക്ക് ഈ പരിപാടി ഉണ്ടോ? അവന്മാർക്ക് ഇത് അറിയാവോ? എടാ ഇവന്മാരെങ്ങനെയാ നടക്കണേ? ഇവന്മാരുടെ കയ്യിൽ മുറ്റു കാശല്ലേ അവന്മാരും ഇങ്ങനെയാ. എടാ അവന്മാർക്കും ഇത് തന്നെ പരിപാടി. കൊണ്ട കൊടുക്കുന്നു, അവന്മാരിത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ നീയും വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി, കാശും കിട്ടും. നീ പോയി നിന്ന്. എടാ നിക്കടാ, അത് പറയുന്ന കേക്കടാ. നീ ദേഷ്യപ്പെടുന്ന എന്തിനാ? നടന്നു മടുത്തു. ആ എടാ പോളാ നീയൊക്കെ. എടാ കിരണേ, എടാ അവന് തന്നെ പറ്റിയ. എടാ ഞാൻ മറ്റേ സംഭവത്തിന്റെ കാര്യം അവനോടൊന്ന് പറഞ്ഞു. എന്നാ മറ്റേ കാര്യം? ആ എടാ ഞാൻ അവനോടത് പറഞ്ഞു. അവന് കാശിന് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. നടന്നില്ല. ഒരാവശ്യമില്ലായിരുന്നു. അണ്ണാ അതാ ആ സ്പോട്ട് അടക്കം പിടിച്ചിട്ടുണ്ട്. ആ സാധനം മാറണം, സാധനം മാറണം. ഓ സാധനം മാറണം. ഞാനവിടെ ഇല്ലെന്നേ. നിങ്ങളെ സാധനം മാറണം, അല്ലെങ്കിൽ പണി വേണം, പണി വേണം, പണി വേണം. സാധനം മാറണം, സാധനം മാറണം. എന്തെങ്കിലും ചെയ്യ്. ഞാനവിടെ ഇല്ല, സാധനം പോയി മാറ്റ്. ഇല്ലെങ്കിൽ ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ വരാം, 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 വരാം. എന്റെ പൊന്നെ മാറ്റാണ്ട് പറ്റിയെന്റെ പൊന്നു സുഹൃത്തെ. ഇതാരീ വിളിക്കുന്നേ? പിന്നെ എങ്ങാനും എടുക്കും. എടാ ഞാൻ ഇപ്പൊ വരാവേ. എവിടെ പോവാടാ? വാ നമുക്ക് അവിടെ പോയിരിക്കാം. അവനവൻ്റെ ചിക്കൻ വിളിക്കാൻ പോയതാ. ഇനി ഒരു അരമണിക്കൂർ നേരത്തിനാണ് നോക്കണ്ട. എടാ കണ്ണാ, ആ ബിലാൽ അവിടെ നിൽക്കുക. അവനോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞായിരുന്നു. അവനിപ്പോൾ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് നേരത്തെ പോകണം. അവൻ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് നേരത്തെ പോകണം. നീ ഇനി എങ്ങോട്ടും പോകണില്ല. എന്തുവാടാ? എനിക്ക് പോണോടാ. ഓ നീ എങ്ങോട്ടാന്ന് വെച്ചാ? എടാ അവൻ അവിടെ വന്ന് നിൽക്കുവാടാ. നീ പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഫോട്ടോ എടുത്തു തരണം. ഫോട്ടോയോ? എടാ നിനക്ക് എന്നോട് പറയത്തില്ലേ?
എടാ നിനക്കറിയാലോ. എനിക്കെന്തായാലും നേരത്തെ പോകണം, ഞാൻ അവനോട് പറഞ്ഞായിരുന്നു എനിക്ക് പോയേ പറ്റൂ. അത് കുഴപ്പമില്ല, നീ എന്തിനാ എപ്പോഴും ഫോൺ നോക്കിയിരിക്കുന്നത്? എടാ കിരണോട് എടാ 2 ഫോട്ടോ എടുത്തു തരത്തുള്ളൂ കേട്ടോ, എനിക്ക് വേഗം പോകാനുള്ള. ഓ 2 എങ്കിൽ 2. മോനെ ഇന്ന് വൈകുന്നേരം അർജന്റായിട്ട് കുറച്ച് സാധനങ്ങൾ ഗോഡൌണിലേക്ക് മാറ്റുന്നുണ്ട്. നാളെ രാവിലെ തന്നെ അത് എടുക്കാനായിട്ട് ആള് വരും. നാളെ രാവിലെ അതൊന്ന് തുറന്നു കൊടുത്തേക്കണം. കഴിഞ്ഞില്ലടാവേ. എടാ തീർന്നടാ. ഓർമ്മ എത്ര നേരമായി? എടാ ഒന്ന് നേരെ ആക്കാവോ? ആ തലയും ചിരിച്ചു പിടിച്ചിട്ട് കാലടിപ്പിച്ച് വെച്ചേ. എടാ എൻ്റെ ഫോൺ വിളിക്കുന്നു, ആ ഫോണിൽ തന്നെടാ. എടാ ഇത് വിളിച്ചേ, ഞാൻ പോവാ. അവൻ വിളിച്ചു. എടാ അവൻ അവിടെ കിടന്ന് വിളിയോട് വിളിയാ. ഞാൻ പോവാ, നീ അവനോട് ഫോട്ടോ എടുത്ത് തരാൻ പറ. എടാ ഇവൻ എന്നടാ പറ്റിയേ? നീ വാ, അവൻ പോട്ടെ. എടാ എനിക്കൊരു കോൾ വന്നു. ആരാ? അച്ഛനാ? അല്ല, സനലിൻ്റെ ഫോണിൽ നിന്ന്. അവൻ്റെ ഫോണിൽ നിന്ന്? സനലിൻ്റെ ഫോണിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. ആ, അതിനകത്ത് പറഞ്ഞത് ഏതോ ഒരു ഗോഡൗണിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ സാധനം എത്തുമെന്ന് പറഞ്ഞു. ആ സ്ഥലം എനിക്ക് അറിയാടാ, ഞാൻ മുന്നേ പോയിട്ടുണ്ട്. നമുക്കതിന് ചെയ്യാൻ പറ്റുമോ? സംഭവം ഡേഞ്ചറാ, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ തോന്നുന്നില്ല. എടാ അവിടെ ഒരു 4 മണിയാകുമ്പോൾ സാധനം എത്തുമെന്ന് പറഞ്ഞു. നമുക്കൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോയാലോ? എന്തിന്? നമുക്കടുത്ത് മാറ്റാം, ഇല്ലെങ്കിൽ നശിപ്പിച്ച് കളയാം. ഹലോ. എടാ ഞാനിവിടെ ഗോഡൗണൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു. എന്നാ കാര്യം? പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. പറഞ്ഞ പോലെ ചെയ്യാന്നോ? നീ പറ്റുവാണെങ്കിൽ ഇറങ്ങാം. ആ ശരി. നിങ്ങളത് നശിപ്പിക്കാൻ പോവാ? നിങ്ങളത് കത്തിച്ചെന്ന് അവന്മാരെ അറിഞ്ഞാലോ? നിങ്ങളവിടെ ചെല്ലുന്നു, അത് കണ്ടുപിടിക്കുന്നു, അത് കത്തിക്കുന്നു, അവന്മാരെല്ലാം കൂടെ നിന്നെ പിടി. നീ എന്താടാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ ഇപ്പോൾ വരാവേ. നീ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ കൂട്ടുകാരെടുത്തോ, ഇപ്പം വരാം. പെട്ടെന്ന് വീട്ടിൽ കയറിയേക്കണം കേട്ടോ. ആ നീയുമല്ല ഞാനുമല്ല നേരിൽ കണ്ടു നിന്ന ചന്ദ്രന്റെ നേരെ വീണുടഞ്ഞ മൺകുടങ്ങൾ പോലെ നോക്കി നിൽക്കും നിതാ. താനോ തകതാനോ തകതാനോ താനോ താനോ തകതാനോ തകതാനോ താനോ. നീയുമല്ല ഞാനുമല്ല നേരിൽ കണ്ടു നിന്ന ചന്ദ്രന്റെ നേരെ വീണുടഞ്ഞ മൺകുടങ്ങൾ പോലെ നോക്കി നിൽക്കുന്നിതാ. മുന്നേക്കു പോകുന്ന വഴിയിൽ ഒരു താരകം നിന്നു പതിയേ. മുന്നേക്കു പോകുന്ന വഴിയിൽ ഒരു താരകം നിന്നു പതിയെ. നിൻ കാലനക്കങ്ങളധികം മുന്നേക്കു പോകുന്നു പതിയെ. നീ നിഴലായി വന്നിടാം ഞാൻ.
ഇത് തന്നെ. വാ, ഇത് തുറന്നിട്ടേക്കാണല്ലോ. ഓ എനിക്കറിയത്തില്ല, കയറി നോക്കാം. ഇതിനകത്ത് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നേ? നീ വാ, നമുക്ക് നോക്കാം. അണ്ണാ ഇത് തുറന്നിട്ടേക്കാണല്ലോ. അല്ലെ ഞാൻ പിന്നെ വിളിക്കാം. തിരക്കില്ല. അണ്ണാ ഇത് സേഫാണോ? അവന്മാർ പോയോ? ഓ പോയി പോയി പോയി, അവന്മാർ വരാൻ താമസിച്ചാണോ? സാധനം ആ ഇത് തന്നെ സാധനം എന്ന് തോന്നുന്നു. നീ തുറന്നു നോക്ക്. ഇതിപ്പോൾ എന്നാ ചെയ്യണേ? അതെന്നാ? എടാ ടിന്നറാന്ന് തോന്നി, നമുക്ക് തൊഴിച്ച് കത്തിക്കാം. ടിന്നറാ? പോയി എടുത്തിട്ട് വാടാവേ. എന്തോ മണം വരുന്നുണ്ടല്ലോ. എന്ത് മണം അത്? ആരടാ നീ? നിക്കടാ അവിടെ. നിങ്ങളാണോ ചോദിച്ചേ? എന്താണ് സത്യം പറ. ചേട്ടാ ഞാനൊന്നും ചെയ്തില്ലടാ. അണ്ണ ഇവിടെ മുഴുവൻ ഇന്റർവ്യൂ ഷൂട്ടേക്കുവാ. അത് നോക്കാം. ചവിട്ടി കൊണ്ട് നട്ടലൊടിക്കടാ. അണ്ണാ 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 അവനെ വിടലടാ, അവനെ വിടല്ല. പതുക്കെ പതുക്കെ. പതിയെ. അവൻ വരുന്നുണ്ട്. വിടലടാ അവനെ. പിടിക്കടാ അവനെ, അവനെ വിടലടാ. അവനെ കൊടുക്കടാ. അണ്ണാ കൊല്ലടാ അവനെ. അടിക്കണോ അടിക്കണോ? കൊടുക്ക്. കൊല്ല. കൊല്ലവനെ. നീയൊക്കെ അടിക്കണോ? നിനക്ക് എന്നടാ വേണ്ട? ഒറ്റ വിടലടാ. എടാ ഗിരി, എണീറ്റ് വാടാ. എടാ ഗിരി, ഗിരി, ഗിരി. പിന്നെ ഒരു മടക്കം മരണം, ഇതു തനി മരണം, പ്രേതം വന്നില്ലേലും പേടിച്ച്
വന്നല്ല. വാടാ എണീക്ക്. താനോ കിരാ. തകതാനോ 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 താനോ. എടാ, കത്തിക്കടാ, കത്തിക്കടാ. എടാ, വേഗം. നിന്നെ കൊല്ലും ഞാൻ. ഒറ്റ എണ്ണത്തിന് ഞാൻ പറഞ്ഞതല്ല.